എനിക്ക് ഏറ്റവും മടിയുള്ള ഒരു കാര്യമാണ് തേങ്ങ പൊളിക്കുന്നതും തേങ്ങ ചിരവുന്നതും. പണ്ടൊക്കെ നിലത്തിരുന്നിട്ടാണല്ലോ തേങ്ങ ചിരവിയിരുന്നത്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നല്ല ചിരവേൻ്റെ പുതിയ പുതിയ മോഡലൊക്കെ ധാരാളം ഇറങ്ങിയിട്ടുണ്ടല്ലോ. എന്നാലും ശരി, എനിക്ക് ഈ രണ്ട് കാര്യവും മടി പിടിക്കും. അപ്പോൾ ഇന്ന് ഞാൻ തേങ്ങ ചിരവുന്നത് എന്തിനാണെന്നോ, ഒരു ഇലയട ഉണ്ടാക്കണം. ഈ ഒരു ഇലയടേൻ്റെ ഫില്ലിങ് ഒരു പയ്യാര കളിയും ഇല്ലാത്തൊരു ഫില്ലിങ്ങാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കൂ എന്താണെന്ന്. എൻ്റെ അമ്മയും അമ്മമ്മയും ഒക്കെ ഉണ്ടാക്കിയ ഒരു രീതിയിലാണ് ഞാൻ ഈ ഇലയട ഉണ്ടാക്കുന്നത്. പുഴുക്കലരി പൊതിർത്ത് ഗ്രൈൻഡറിൽ അരച്ചെടുത്ത് തേങ്ങയും ശർക്കരയും ചെറിയുള്ളിയും ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഏലക്കായൊന്നും ചേർത്തിട്ടില്ല. ഇപ്പോഴെല്ലാവരും ശർക്കര ഉരുക്കി അതിലേക്ക് തേങ്ങ ഇട്ട് ഏലക്കായ ഇട്ട് അങ്ങനെയൊക്കെയാണല്ലോ, കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച്. ഇതങ്ങനെയൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഒരു ഇലയട. ആ ഒരു തേങ്ങയുടെ രുചി പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു രുചിയാണ്. നിങ്ങൾ ആരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം പിന്നെ ഇതാ അടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. വൈകുന്നേരത്തേക്കുള്ള കട്ടൻ ചായ റെഡിയായി. നല്ല സോഫ്റ്റാണ്, അതേപോലെ തന്നെ പാകത്തിനുള്ള മധുരമൊക്കെയാണ് ഈ അടയ്ക്ക്. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടുള്ള ഇലയട. ഇനി ഞങ്ങളിതാ ചായ കുടിക്കാൻ നോക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ പിന്നെ ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരാമല്ലേ. താങ്ക് യു.